ഹലോ. അപ്പോൾ സ്കൂളില്ലാത്ത ദിവസമൊന്നും നല്ലപോലെ കിടന്ന് ഉറങ്ങാൻ നിൽക്കുമ്പോൾ സമ്മതിക്കത്തില്ല. വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്. സ്കൂളില്ലാത്ത ദിവസം നേരത്തെ എനിക്ക് സ്കൂളിലുള്ള ദിവസം എണീക്കാനേ ഭയങ്കര മടിയാണ്. എന്തായാലും പ്രത്യേകിച്ച് കാപ്പിക്കൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കാരണം ഇന്നലെ രാത്രി ഇക്കാനെടുത്ത് പൊറോട്ട കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോഴിക്കറി നമ്മളിവിടെ എപ്പോഴും സ്റ്റോക്കുള്ളതുകൊണ്ട് പൊറോട്ട കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പൊറോട്ട അതേ മുറുങ്ങലിച്ച് കിടപ്പുണ്ട്. ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ വടിയും ആ രീതിയിലാണ് കിടക്കുന്നത്. സയാമീസ് ഇരട്ടകളല്ല, പരട്ടകളെ പോലെ കിടപ്പുണ്ട്. ഇതൊന്ന് വലിച്ച് കീറി എടുക്കാനാണ് പാട്. ഇതേണ്ടടാ ഒരോട്ട. ഈ ഓട്ടയുടെ ഉത്തരവാദി ഫസലാണ്. എന്നാൽ രാത്രി കഴിയെല്ലാം കഴിഞ്ഞ് പിന്നെയും വന്ന് നടക്കുന്നു മാന്തിക്കൊണ്ട് പോയിട്ടുണ്ടേ. അപ്പോൾ എന്തായാലും ഇതെല്ലാം ചൂടാക്കി വെച്ചിട്ട് മക്കൾക്കും കഴിക്കാൻ കൊടുത്ത് എനിക്കും കഴിക്കാമെന്ന് വെച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ സാധാരണ ചട്ടിക്കകത്തിട്ട് ചൂടാക്കാറില്ല, എനിക്കിഷ്ടമില്ല. ആവിയിലിട്ട് വേവിക്കാൻ ചേട്ടൻ നല്ല സ്പോഞ്ച് പോലെ കിട്ടുന്നുണ്ടോ. കോഴിക്കറി രാവിലെ എനിക്കിപ്പോൾ കറി ഉണ്ടായിരുന്നില്ല, കോഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ചാറക്കുന്നില്ല തീർന്നിട്ടുണ്ടായിരുന്നു. ഞാനെപ്പോഴും ചെയ്യുന്ന അൽക്കൊയ്ത പണി അങ്ങോട്ട് ചെയ്തു. ഇച്ചിരി എണ്ണ ഒഴിച്ചു, അതിൽ ഇച്ചിരി മസാലപ്പൊടി ഇട്ടു, ഈ കോഴി ഇട്ടു, ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് അങ്ങോട്ട് കുറുക്കിയെടുത്തു. അപ്പോൾ നമ്മൾ ഫ്രഷ് വെച്ച കറി പോലെ ഉണ്ടോ. പൊറോട്ട ഞാനിപ്പോൾ തള്ളിയിട്ടേനെ, നിങ്ങളാരും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ മക്കൾക്കെല്ലാം ഒരേ പ്ലേറ്റ് വെച്ച് കഴിക്കാൻ കൊടുക്കട്ടോ. നമ്മളിവിടെ ഈ പ്രത്യേകതയുണ്ട്, ആർക്ക് വലിപ്പം കൂടി കുറഞ്ഞു എന്നുള്ള പരാതി വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നു ഒരേപോലത്തെ ഉള്ള കിട്ടി. നമുക്കെല്ലാം ഓട്ടയും പിച്ച് കീറിയതൊക്കെയാണ് തിന്നാൻ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് കഴിക്കാൻ കൊടുത്തു. എനിക്ക് കഴിക്കാൻ ഞാൻ എടുത്ത് വെച്ചിരുന്നു. ചോറ് തിളപ്പിക്കാൻ വെക്കാമെന്ന് വെച്ചു. എത്ര കഴിക്കാനുണ്ടെന്ന് പറഞ്ഞാലും ഫിറോസിന് ചോറില്ലാത്തൊരു ജീവിതമില്ല. ഫിറോസ് ചോറേന്ന് പറഞ്ഞ് നടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവനുള്ള ചോറ് ചൂടാക്കാൻ വെച്ച് ഞാനും കഴിക്കാൻ കയറുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടല്ലോ, എനിക്ക് വേദന എടുക്കുന്നോ പേടിച്ചിട്ടായിരിക്കും എൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്നും അമർത്താത്തത്. എനിക്ക് വേദന എടുക്കത്തില്ല, നിങ്ങൾ മര്യാദ നെക്കി പൊട്ടിച്ചോട്ടോ. സബ്സ്ക്രൈബ് ബട്ടൺ വെക്കണം വേദനയൊക്കെ ഞാൻ ഞങ്ങളുടെ സഹിച്ചോളാം കുട്ടികളെ. നിങ്ങളാ വേഗം സബ്സ്ക്രൈബ് ബട്ടൺ ഞങ്ങളുടെ അമർത്തി വേഗം നമ്മൾ ഫാമിലി കയറിക്കും. 4 ആൾ കാണുമ്പോൾ പിച്ചി കഴിച്ച് അവർ പോയി കഴിയുമ്പോൾ ആക്രാന്തം കാണിക്കുന്ന ഫുഡ് അടി എനിക്കിഷ്ടമില്ലാത്ത പരിപാടിയാണ് കേട്ടോ. ഞാൻ പിച്ചി കഴിക്കത്തില്ല, ഞാൻ നല്ലപോലെ ആസ്വദിച്ചാണ് കഴിക്കുന്ന കൂട്ടത്തിലാട്ടോ. ആ വിളിക്കുന്ന വിളി കണ്ടാൽ തോന്നുന്നു ഇവിടെ ടൂർ അങ്ങോട്ട് പോകാമെന്ന്. പാത്രം കഴുകാൻ നിങ്ങളെ വിളിക്കുന്ന വിളിയാണ് ഗൈസ്. അപ്പോൾ കാപ്പി പിടിച്ച പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് പിന്നെയുള്ള പരിപാടി, ഞാൻ എന്തെങ്കിലും പണിയെടുക്കാൻ ഒരു ഓർഡർ ഇട്ടിട്ടുണ്ടാവും കേട്ടോ. ആദ്യം തൊട്ട് അവസാനം വരെ എങ്ങനെ ചെയ്യണമെന്ന്. അതിൻ്റെ ഇടയ്ക്ക് കയറി ആരെങ്കിലും കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലാം തലകുത്തി മറിയേ. എനിക്ക് കൂടുതൽ അടുക്കളയിൽ പണി ചെയ്യുമ്പോൾ ആരും കൂടെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന എനിക്ക് ഇഷ്ടമില്ല. എന്നാൽ ഒരു ഓർഡർ ഞാൻ ചെയ്തിട്ടുണ്ട്, ആ ഓർഡർ എനിക്ക് ചെയ്തു പോകാൻ ഇഷ്ടം. അപ്പോൾ നമ്മൾ മിക്സിയുടെ ഇത് കാണിച്ചത് എന്നാന്ന് വെച്ചാൽ ഭയങ്കര അടുക്കായിരുന്നു മിക്സി, വൃത്തികേടായിട്ട് കിടക്കായിരുന്നു. അതെങ്ങനെ വൃത്തിയാക്കുന്നത് കാണിക്കാൻ വേണ്ടി ഞാൻ വെച്ചതാണ്. പക്ഷേ ഞാൻ ബട്ടൺ അമർത്താൻ മറന്നുപോയി. ഞാനല്ലേ വീഡിയോ എടുക്കുന്നത്, ഇതല്ല ഇതിൻ്റെ അപ്പുറം എല്ലാം കാണും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ നല്ല വൃത്തിയായിട്ട് കിട്ടുന്ന ഒരു വീഡിയോ ഞാൻ എളുപ്പപ്പണി ഞാൻ ചെയ്യുന്ന കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഇടാം. ഭയങ്കര അഴുക്കായിട്ട് കിടന്ന മിക്സി കേട്ടോ ഞാൻ ഈ കൊലത്തിലാക്കി എടുത്തത്. പഴയ മിക്സിയുടെ കൊല്ലം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. പക്ഷേ കാണാൻ ഒരു വീഡിയോ ഫോട്ടോ എൻ്റെ കയ്യിലില്ല. വെള്ളം കോരാൻ വേണ്ടി കലം ഒക്കത്ത് വെച്ചിറങ്ങിപ്പോണ്ട് കലം മാറ്റി പാത്തു കയറി ഒക്കത്ത് കയറി സ്ഥാനം പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി രക്ഷയില്ല, ഇനി കുഞ്ഞിനെയും കളിപ്പിച്ചിരിക്കാതെ വേറെ വഴിയില്ല. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.